പത്തനാപുരം പാതിരിക്കൽ സ്വദേശിനിയായ 2.5 വയസ്സുകാരി കൃതിക അപൂർവ രോഗത്താൽ വല്ലാത്ത ബുദ്ധിമുട്ടുകയാണിപ്പോൾ. മജ്ജയിൽ ചുവന്ന രക്താണുക്കളുടെ കുറവുള്ള കൃതികയ്ക്ക് മജ്ജ മാറ്റിവെക്കൽ മാത്രമാണ് മുന്നിലുള്ള പോംവഴി. എന്നാൽ ഇതിനുള്ള സാമ്പത്തികമില്ലാതെ വലയുകയാണ് നിർധനരായ കുടുംബം. മാതാപിതാക്കളെ ശരത്തും നിഖിലയും വല്ലാത്ത സങ്കടത്തിലാണ്. കുട്ടിയെ ട്രീറ്റ് ചെയ്യാനുള്ള പൈസ അവരുടെ കയ്യിലില്ല. ഋതിക മിടുമിടുക്കിയാണ്. വീട്ടിലേക്ക് ഞങ്ങളെ വരവേറ്റത് നിഷ്കളങ്കമായ ചിരിയോടെയാണ്. കളിപ്പാട്ടങ്ങളൊക്കെ പരിചയപ്പെടുത്തി. അറിയാവുന്ന കുഞ്ഞുവാക്കുകളും കുഞ്ഞറിവുകളും ഞങ്ങളെയും കേൾപ്പിച്ചു തന്നു. പക്ഷേ ഈ 2.5 വയസ്സിനിടയിൽ ഋതികയ്ക്ക് ന്യൂമോണിയ വന്നത് 5 തവണ. അപ്പോൾ ഈ കളിചിരിയൊക്കെ മാറും. ICUവിലും വെന്റിലേറ്ററിലും ഈ കുഞ്ഞുപ്രായത്തിൽ പലതവണ കയറി. ജന്മനാ തുടങ്ങിയതാണ് മജ്ജയിലെ ചുവന്ന രക്താണുക്കളുടെ കുറവ് എന്ന അപൂർവ രോഗം. ജനിച്ച് 3 മാസം പൂർണ്ണമായും ആശുപത്രിയിലായിരുന്നു. എല്ലാ മാസവും രക്തം കുത്തിവെക്കണം. ആ കുഞ്ഞു ശരീരത്തിൽ ഇതുവരെ മാത്രം 35 തവണ രക്തം കയറ്റി. ഋതികയുടെ ദുരിതം മാറാൻ മജ്ജ മാറ്റിവെക്കൽ മാത്രമാണ് വഴി. നമുക്കിപ്പം മജ്ജ മാറ്റണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം അതിന് 40 ലക്ഷം രൂപ ചിലവ് വരുന്നുണ്ട്. CMC വെല്ലൂരാണ് ഞങ്ങൾ ചികിത്സ ചെയ്യുന്നത്. ജനിച്ചപ്പോഴേ ബ്ലഡിൻ്റെ കുറവുണ്ടായിരുന്നു. അപ്പോൾ അന്ന് നമുക്ക് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ചെയ്തിട്ടാണ് കുഞ്ഞിനെ നമ്മുടെ കയ്യിൽ കിട്ടിയത്. 1 മാസം കഴിഞ്ഞ് ഡിസ്ചാർജായി വീട്ടിലെത്തിയപ്പോൾ ഹീമോഗ്ലോബിൻ 1.9 ആയിട്ട് കുറഞ്ഞു. അന്നേരമാണ് നമ്മൾ അറിയുന്നത് കുഞ്ഞിന് ഇങ്ങനെ അനീമിയ ഉണ്ടെന്ന്. മെഡിസിൻ 2 വർഷമായിട്ട് ഞങ്ങൾ നോക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ മെഡിസിനിലൊന്നും കുഞ്ഞിന് ഫലം കണ്ടില്ല. 100% ചേരുന്ന മജ്ജ ഒരു ജർമ്മൻ സ്വദേശിയുടേതെന്നാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. 10 ലക്ഷം രൂപയാണ് ആ ജർമ്മൻ സ്വദേശി ആവശ്യപ്പെട്ടത്. വെളിയിൽ ജർമ്മനിയിൽ ഒരാൾ ഉണ്ടെന്ന് ഹോസ്പിറ്റലിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പുള്ളിക്ക് ചെയ്യുന്നതിന് തന്നെ പുള്ളിക്ക് 10 ലക്ഷം രൂപ ആവും. ഹോസ്പിറ്റലും പുള്ളിയുടെയും കൂടെ ചേർത്താണ് 40 ലക്ഷം പറയുന്നത്. 40 ലക്ഷത്തിൻ്റെ 80% അവിടെ നമ്മൾ കെട്ടിവെക്കണം. അപ്പോഴേ അവർ ഡേറ്റ് തരുത്തുള്ളൂ. ഉടനെ തന്നെ ചെയ്യണമെന്നാണ് പറഞ്ഞേക്കുന്നത്. ആശുപത്രിയിലെ മറ്റു ചിലവുകൾക്കെല്ലാം കൂടി 40 ലക്ഷം രൂപ വേണം. വിജയകരമായി ശസ്ത്രക്രിയ പൂർത്തിയാക്കിയാൽ ആരോഗ്യവതിയായ ഋതികയെ ലഭിക്കുമെന്ന് വീട്ടുകാർക്ക് ഉറപ്പാണ്. ഈ കുടുംബം അതിനുള്ള സഹായം അഭ്യർത്ഥിക്കുകയാണ്. 24 കൊട്ടാരക്കര. പത്തനാപുരം പാതിരിക്കലിലെ ഈ മാതാപിതാക്കളുടെ സങ്കടം അകറ്റാൻ നമ്മുടെ കൈയച്ചുള്ള സഹായം ആവശ്യമാണ്. നിങ്ങൾക്ക് കഴിയുന്ന ആളുകൾക്ക് സുമനസ്സുകൾക്ക് സഹായിക്കാം. ഈ അക്കൗണ്ട് ഡീറ്റെയിൽസ് നിങ്ങളൊരു ഫോട്ടോ എടുത്ത് വയ്ക്കുകയോ അല്ലെങ്കിൽ ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് വയ്ക്കുകയോ ചെയ്യുക. മാത്രമല്ല ഈ സ്ക്രീൻഷോട്ട് നമ്മുടെ യൂട്യൂബ് ചാനലിൽ നമ്മൾ കുറച്ച് 6-7 മണിക്കൂർ എന്തായാലും ഈ യൂട്യൂബ് ചാനലിൽ ഉണ്ടാകും. അപ്പോൾ സുഹൃത്തുക്കളൊക്കെ ഒന്ന് പറയുക, സഹായിക്കാൻ പറ്റുമെങ്കിൽ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.